ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم وامتازوا اليوم ഇന്നേ ദിവസം മാറി നിൽക്കുക അയ്യുഹൽ മുജ്രിമൂൻ അല്ലയോ അക്രമകാരികളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ മനുഷ്യർക്ക് നാളെ ആഖിറത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന സത്യവിശ്വാസികൾ, അവരുടെ സുഖകരമായ ജീവിതങ്ങൾ, അവിടെ അല്ലാഹു പറഞ്ഞത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, കാരുണ്യവാനും പരിപാലകനുമായ അല്ലാഹുവിൽ നിന്നുള്ള വചനം സലാമുൻ സലാമുൻ, അല്ലാഹുവിന്റെ സമാധാനവും രക്ഷയും ഉണ്ടാകട്ടെ എന്നാണ്. അതിന്റെ ഇടയിൽ പെട്ടെന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. ആ പ്രഖ്യാപനം വംതാസുൽ യൗം, ഇന്നേ ദിവസം മാറി നിൽക്കുക അയ്യുഹൽ മുജ്രിമൂൻ അല്ലയോ കുറ്റവാളികളെ, അക്രമികളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുന്നു. ഇത് സംഭവിക്കും എന്ന് മാത്രമല്ല, നമ്മൾ ഇതിൽ വ്യാകുലപ്പെടേണ്ടത് ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നവരിൽ ഞാനോ നിങ്ങളോ ഉൾപ്പെടുമോ എന്നുള്ളതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പറയപ്പെടും ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു രാത്രി മുഴുവനും ഈ ഒരു ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് നിന്നു എന്ന് അദ്ദേഹത്തിന്റെ സീറത്തിൽ വായിക്കാൻ സാധിക്കും. ഒരു രാത്രി മുഴുവനും വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ എന്ന ഈ ഒരൊറ്റ പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നു, കരഞ്ഞു. കാരണം ഞാനെങ്ങാണം ആരാണ്? ഇമാം അബൂ ഹനീഫ, 2ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഇമാമാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഇമാം അബൂ ഹനീഫ അദ്ദേഹം ഒറ്റ രാത്രി മുഴുവനും, ഒരു രാത്രി മുഴുവനും അദ്ദേഹം ഈ ഒരു ആയത്തിൽ അദ്ദേഹം കഴിഞ്ഞുകൂടി എന്ന് പറയുമ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണ്? ഞാനും ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നവരിൽ ഉൾപ്പെടുമോ എന്നാണ്. നമ്മളപ്പോ എത്രത്തോളം ചിന്തിക്കണം എന്നുള്ളതാണ്. നാളെ ആഖിറത്തിൽ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന കുറെ സാഹചര്യങ്ങൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിന്റെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിന്റെ ചാര നിന്നുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക്, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചവർക്ക് പാനീയം പാനം ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വരും. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൗദിന്റെ പാനീയം നൽകാൻ നേരത്ത് അവരുടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇടയിൽ ഒരു മറയിടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും അല്ലാഹുവിനോട്, എന്തുകൊണ്ടാണ് അല്ലാഹുവേ ഈ രീതിയിൽ ഞാനും എന്റെയും ഇവരുടെയും ഇടയിൽ മറയിടപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, താങ്കൾക്ക് ശേഷം പരിശുദ്ധമായ ദീനിൽ എന്തെല്ലാം കൃത്രിമങ്ങളാണ് ഇവരുണ്ടാക്കിയത് എന്ന് താങ്കൾക്ക് അറിയുകയില്ല. ദീനിൽ കുഴപ്പമുണ്ടാക്കിയവരാണ് ഇവർ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയവരാണ് ഇവരെ. അതുകൊണ്ട് താങ്കളുടെ ഹൗദിൽ നിന്ന് പാനീയം പാനം ചെയ്യുവാനുള്ള യാതൊരു യോഗ്യതയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹ്ഖൻ സുഹ്ഖ, മാറി നിൽക്കുക, മാറി നിൽക്കുക, എന്റെ അടുക്കൽ നിന്ന് അകന്നു പോവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, വംതാസുൽ യൗമ, ഇന്നേ ദിവസം മാറി നിൽക്കുക അയ്യുഹൽ മുജ്രിമൂൻ അല്ലയോ അക്രമികളെ, അല്ലയോ കുറ്റവാളികളെ. അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം, അലം അഅഹദ് ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് കരാർ ചെയ്തില്ലേ, യാ ബനി ആദം, അല്ലയോ ആദമിന്റെ സന്തതികളെ, അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താനിനെ ആരാധിക്കരുത് എന്ന്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, തീർച്ചയായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു.
അലം അഹദ് ഇലൈക്കും, ഞാൻ നിങ്ങളോട് കരാർ ചെയ്തില്ലേ? എന്താണ് ആ കരാർ? അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താനിനെ ആരാധിക്കരുത് എന്ന്, ശൈത്താനിനെ ആരാധിക്കരുത് എന്ന് കരാർ ചെയ്തു. എന്താണ് അതിന്റെ ഉദ്ദേശം? ശൈത്താനിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ശൈത്താനിനെ അനുസരിക്കുക എന്നാണ്. അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുക എന്നാണ്. അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുക എന്നാണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അള്ളാഹുവിനോടുള്ള അനുസരണം ഒരു ദിവസത്തെ 1 മണിക്കൂർ ജീവിതം കൊണ്ട് കഴിഞ്ഞു എന്നാണ്. 5 നേരം പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നു, അതോടുകൂടി അള്ളാഹുവിനെ അനുസരിക്കുന്ന പണി കഴിഞ്ഞു എന്നാണ്. അല്ല, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ കേവലം അനുഷ്ഠാനങ്ങളും പള്ളികളും മാത്രമായി കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. പള്ളികളും അനുഷ്ഠാനങ്ങളും മാത്രമല്ല ഇബാദത്ത്. ഒരു മനുഷ്യന്റെ 24 മണിക്കൂറും അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ ഓരോ മനുഷ്യനും ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ അനുസരിക്കുക എന്നാണ്. രണ്ടാമത്തെ കാര്യം, ശൈത്താനിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ ശൈത്താനിനെ നിങ്ങൾ അനുസരിക്കരുത് എന്നാണ്. ശൈത്താനിനെ ആരാധിക്കുന്നവർ പറയില്ലല്ലോ ഞങ്ങൾ ശൈത്താനിനെയാണ് ആരാധിക്കുന്നത് എന്ന്. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുന്ന മുഅ്മിൻ മറ്റൊരു എതിർ ദിശയിലുള്ള ഒരാൾ പറയില്ല ശൈത്താൻ അക്ബർ, ശൈത്താനാണ് ഏറ്റവും വലിയവൻ എന്ന് ഒരിക്കലും പറയുകയില്ല. പക്ഷേ തത്വത്തിൽ അവൻ ആരാധിക്കുന്നത്, അവൻ അനുസരിക്കുന്നത് ശൈത്താനിനെയാണ്. ശൈത്താനിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുക എന്നുള്ളതാണ്. പൈശാചികതയുടെ കുതന്ത്രങ്ങളിൽ ഉൾപ്പെട്ടു പോവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താനിനെ ആരാധിക്കരുത് എന്ന്. ഇന്നഹു ലകും അദുവ്വും മുബീൻ, തീർച്ചയായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു. നമ്മുടെ വ്യക്തമായ ശത്രുവാകുന്നു ശൈത്താൻ. കാരണം അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ അവരെ വഴികെടുത്തും, ഞാൻ അവർക്ക് പലവിധ അഭിലാഷങ്ങൾ ഇട്ടുകൊടുക്കും, ഞാൻ അവരോട് കൽപ്പിക്കും, ഞാൻ അവരുടെ പിന്നിലൂടെ മുന്നിലൂടെ വലതുഭാഗത്തുകൂടെ ഇടതുഭാഗത്തുകൂടെ എല്ലാം ഞാൻ അവരുടെ അടുക്കൽ പോകും എന്നും ശൈത്താൻ പറയുന്നു. ശൈത്താനിന്റെ കുതന്ത്രങ്ങൾ തിരിച്ചറിയുകയും ശൈത്താനിനെ യഥാർത്ഥ ശത്രുവായി മനസ്സിലാക്കുകയും പൈശാചികതയിൽ നിന്ന് ഒഴിവാവുകയും ചെയ്യുക എന്നുള്ളതാണ്. വഅനിഅബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, വഅനിഅബുദൂനി നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം. ഹാദാ ഇത് സിറാത്തും മുസ്തഖീം, ഇത് ചൊവ്വായ മാർഗമാകുന്നു, ഇത് ശരിയായ മാർഗമാകുന്നു, ഇത് കൃത്യമായ മാർഗമാകുന്നു. പരിശുദ്ധമായ ദീനിന്റെ വഴിയിൽ, ഇസ്ലാമിന്റെ വഴിയിൽ, ഖുർആനിന്റെ വഴിയിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും പൈശാചികതയുടെ എല്ലാ വഴികളും ഉപേക്ഷിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിന്റെ 60-61 ആയത്തുകളിൽ നമ്മളോട് പറയുന്നത് പൈശാചികതകളെ ഉപേക്ഷിക്കണം എന്നതാണ്. അതുപോലെ തന്നെ 59-ാമത്തെ ആയത്തിൽ പറഞ്ഞത് നാളെ മാറ്റി നിർത്തപ്പെടുന്നവരിൽ നമ്മൾ ഉൾപ്പെട്ടു പോകരുത് എന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാവിധ നന്മകളും നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ